ആ പറ്റിയ വിഷയം തന്നെ കിട്ടിയിട്ടുണ്ട്. ഞാനിങ്ങനെ ആലോചിക്കുകയായിരുന്നു എന്താണ് ഒരു സമ്മാനം താങ്കൾക്ക് തരിക എന്ന്. വലിയ ഒരു ഗഹനമായി ഞാൻ തെരഞ്ഞെടുത്തൊരു വിഷയമാണ്. വരൻ വരണം വരിക്കച്ചക്കയുമായി. വരം വരണം വരിക്കച്ചക്കയുമായി. തുടങ്ങട്ടെ അത് തുടങ്ങില്ല. വരൻ വരണം വരിക്കച്ചക്കയുമായി എന്ന വിഷയം കേൾക്കുമ്പോൾ എന്റെ മനസ്സിലേക്ക് ആദ്യം ഓർമ്മ വരുന്നത് എന്റെ ഇത്താത്തയുടെ കല്യാണമാണ്. എന്റെ വരിക്കച്ചക്കയുമായി എന്റെ പിന്നെ ആവർത്തിച്ചു എന്റെ വീട്ടിലേക്ക് എന്നുള്ളതും പിന്നെ ഇല്ല എന്റെ പറഞ്ഞു താങ്കൾ തുടരും. വരിക്കച്ചക്കയുടെ കാര്യം പറഞ്ഞപ്പോഴാണ് 1, 2, 3 കണക്കെ 500 കണക്കിന് ചുളകളെ ചന്തമേറിയ പൂവിലും ശബലാപമാം പൂമ്പാറ്റയിലും സന്തതം കരതാരി എന്നൊരു ചിത്രചാതുരി കാട്ടിയും ഹന്ത ചാരു കടാക്ഷമാലകൾ അർക്കരശ്മിയിൽ മീട്ടിയും ചിന്തയാം മണിമന്ദിരത്തിൽ വിളങ്ങും ഈ വിഷയത്തിലേക്ക് രണ്ടാം തവണയും കടന്നു വരുമ്പോൾ നമ്മളെല്ലാവരും ചിന്തിക്കേണ്ടത് വരിക്കച്ചക്കയിലേക്കാണ്. അത്തരത്തിലുള്ളതിലേക്ക് നാം കടന്നു ചെല്ലുമ്പോൾ തിരുവനന്തപുരം എന്റെ വരൻ വരിക്കച്ചക്കയായിട്ട് വരണം. ഇന്ന് ആഗോള താപനത്തിന്റെ ആഗോള വിപണികൾ കാസർഗോഡ് രണ്ടാഗോളം ഉണ്ടല്ലോ. എന്റെ വധുവാണ് വരിക്ക പനസവുമായി കടന്നു വരേണ്ടത്. എന്താണെന്ന് വെച്ചാൽ എനിക്ക് 1, 2, 3, 4, 5, 6, 7, 8, 9, 10, 11, 12, 13, 14, 15, 16, 17, 18, 19, 20, 21, 22, 23, ഇത് നഗ്നമായ ലംഘനമാണ്. വരിക്കച്ചക്ക ചുളയുടെ എണ്ണമാണ്. അല്ല അങ്ങനെയൊന്നും ചുള എണ്ണ തന്നെയാണ് ഈ പ്രായത്തിൽ നല്ലതല്ല. തുടരാം. വരിക്കച്ചക്കയിലെ ചുളകൾ ഒരിക്കലും ഇങ്ങനെ എണ്ണരുത് എന്ന് പറഞ്ഞുകൊണ്ട് തന്നെ ഞാൻ തുടങ്ങട്ടെ. 1995 ഓഗസ്റ്റ് 29 മലപ്പുറം ജില്ലയിലെ മഞ്ചേരിയിൽ സുന്ദരിയും സുമുഖയും സർവോപരി സുശീലയുമായിട്ടുള്ള ഒരു പെൺകുട്ടി പിറന്നു. വരൻ വരിക്കച്ചക്കയുമായി നടന്നു വരണം എന്ന് പറയുമ്പോൾ മഹാത്മാഗാന്ധിയുടെ വിവാഹത്തെ കുറിച്ചാണ് ഞാൻ ആലോചിക്കുന്നത്. കസ്തൂർബായുടെ ഭവനത്തിലേക്ക് മഹാനുഭാവൻ. ഇത്തരത്തിലൂടെ നമ്മൾ തൃശ്ശൂരിലേക്ക് തിരിച്ചു വരുമ്പോൾ തൃശ്ശൂരിൽ ആകമാനം തൃശ്ശൂർക്കാരന് ആവശ്യമില്ല. അല്ല അറബിക്കടലിന്റെ ഓരം ചേർന്ന് കിന്നാരം പറയുന്ന ദൈവത്തിന്റെ സ്വന്തം നാടായ കേരളത്തിലാണ് വരൻ വരിക്കച്ചക്കയുമായി വരുന്നത്. അറബിക്കഥകളെ വെല്ലുന്ന തരത്തിൽ കാസർഗോഡ് തുടരൂ. കൊടുത്താ കൊല്ലത്തും കിട്ടും. കാസർഗോഡ് തുടങ്ങാൻ താമസിച്ചു. വരിക്കച്ചക്കയുമായി വരണം. ഏത് നാട്ടിൽ വേണമെങ്കിലും കടന്നു വരാം. തുടങ്ങാൻ താമസിച്ചു. താങ്കൾ തുടരും. ഇത്രമേൽ പുരുഷവിരുദ്ധമായ ഒരു പ്രസ്താവന എന്റെ അടുത്ത കാലത്തൊന്നും ഞാൻ കേട്ടിട്ടില്ല. പുരുഷൻ തൃശ്ശൂരിലേക്ക് നാം തിരിച്ചു വരുമ്പോൾ വരിക്കച്ചക്കയുടെ കാര്യത്തിലേക്കാണ് വരുന്നത്. കഥകളെ വെല്ലുന്ന തരത്തിൽ 1000 രാവുകളിൽ പോലും പറഞ്ഞാൽ തീരാത്ത കൊടും ക്രൂരതകളുടെ കറുത്ത പാത്രമായി കേരളം മാറുമ്പോഴാണ് വരൻ വരിക്കച്ചക്കയുമായി വരുന്നത്. ലോകം ഇന്ന് വിരൽത്തുമ്പിലാണ്. ഭൂമിശാസ്ത്രപരമായ അതിരുകൾ പ്രശ്നമല്ല എന്ന മട്ടിൽ സാങ്കേതിക വിദ്യ കുതിച്ചുയരുമ്പോഴാണ് നമ്മുടെ നാട്ടിലെ ചെറുപ്പക്കാർ തരുണീമണികളായിട്ടുള്ളവർ പറയുന്നത് തങ്ങൾ വിവാഹം ചെയ്യുവാൻ പോകുന്ന പുരുഷൻ വരിക്കച്ചക്കയുമായി. ഞാൻ ഈ സെക്ഷനിൽ 2 തവണ പറഞ്ഞോളൂ. ഈ സെക്ഷനിൽ സാർ മൈനസ് കൊടുത്തിട്ട് തൃശ്ശൂർ 1 കൈയടിച്ചോ.